ദേവിക ഒന്ന് നിൽക്കുമോ? കുറെ നേരം എന്തിനു നോക്കി ഞാൻ ഇവിടെ നിൽക്കുന്നു. വിനോദേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കാത്തു നിൽക്കാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ദേവിക, ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടി വന്നല്ലോ. നീ എന്നൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ 3 പെൺകുട്ടികളാ വിനോദേ. താൻ എപ്പോഴും പുറകെ ഇങ്ങനെ നടന്നാലേ ആൾക്കാരെന്താ വിചാരിക്കുക? നീ ദിവസം ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നോണ്ടാ ഞാൻ ഇപ്പൊ ബസ് ഇറങ്ങിട്ട് ഇതിലൂടെ നടന്നു വന്നത്. ഓ, ഞാനിപ്പോ നിനക്ക് ശല്യമായില്ലേ? എടോ, പ്രേമിച്ച് നടക്കാനും ബൈക്കിൽ കറങ്ങി നടക്കാനല്ലോ പറയുന്നത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെന്നാ ചോദിച്ചത്. ദേവിക, നിനക്ക് 28 വയസ്സായി. കുറച്ച് മാസം മുൻപ് വരെ നിനക്കും ഓക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ എന്നിങ്ങനെ ഒഴിവാക്കുന്ന എനിക്ക് മനസ്സിലാകത്ത്. എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു വിനോദേ, ഇപ്പോഴും ഇഷ്ടം തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വെറുതെ ഇങ്ങനെ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ടെന്നുള്ളത്. എന്തായാലും എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടാവില്ല. എന്താണ് ഈ പറയുന്നത്? നീ കല്യാണം കഴിക്കാണ്ടിരുന്ന നിന്റെ വീട്ടിലെല്ലാ പ്രശ്നം തീരുവോ? ദേവിക, നീ പണ്ടത്തെ പോലെയല്ല, ആകെ മാറി. അതെനിക്കും അറിയാം വിനോദേ. അച്ഛനുള്ള സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് അച്ഛൻ പോയപ്പോ എനിക്കുള്ളത് 2 പെൺകുട്ടികളാ. അവരെ പഠിപ്പിക്കണം, കല്യാണം കഴിച്ചയപ്പിക്കണം. അമ്മന്റെ അവസ്ഥ അറിയാലോ. ആ പാവത്തിനാണെങ്കിൽ ഒന്ന് എണിച്ച് നടക്കാൻ പോലും പറ്റില്ല. ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് തൻ്റെ കൂടെ വരിക? ഇപ്പൊ വന്നാൽ തന്നെ എനിക്കവിടെ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെയാണോ മുന്നോട്ട് പോവുക? ദേവിക, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ സമ്മതം മാത്രം മതി. ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. എന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരില്ല വിനോദേ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയണ്ടെന്ന്. താനെങ്കിലും പോയിട്ട് നന്നായിട്ട് ജീവിക്കേ. ഇത്രയും നേരം ടി വി കണ്ട് ഞാൻ വരുന്ന സമയത്ത് ബുക്ക് എടുത്തായിരിക്കും അല്ലേ? ഓ എന്റെ ചേച്ചി, ഞാൻ ടി വി ഒന്നും കണ്ടിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് എക്സാം തുടങ്ങാം. എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ഓ, ഇപ്പോഴെങ്കിലും ആ ബോധം വെച്ചല്ലോ. അഞ്ചു എവിടെ? അഞ്ചു ചേച്ചി ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞോ വരാൻ വൈകുന്നുള്ളത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ? 5 മണിയായില്ലേ? പെണ്ണിനാണെങ്കിൽ വിളിച്ചാലും കിട്ടില്ലല്ലോ. ഫോണ് കംപ്ലൈന്റ് ആയിരിക്കല്ലേ? നീ അമ്മയ്ക്കുള്ള മരുന്ന് കൊടുത്താ? അയ്യോ ചേച്ചി, അത് മറന്നുപോയി. എന്താടി ഇത്? ഇന്ന് നിനക്ക് ലീവാണ് പറഞ്ഞിട്ടല്ലേ ഞാൻ ടേബിളിൽ എടുത്ത് വെക്കാണ്ട് പോയത്? വേഗം പോ, എടുത്തു കൊടുക്ക്. ആ ചേച്ചി, ഞാൻ കൊടുക്കാം. എന്നാലും ഇവിടെ അവിടെ പോയി കിടക്കുക. വരുമ്പോ വരട്ടെ. മോളെ ദേവികേ. ആ, സുരേഷ് ഏട്ടനോ? ഇരിക്കേ. അല്ല, ഇതാരാ? അത് ശരി. മോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കില്ലേ? ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആണ് ഇതൊക്കെ. അല്ല, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ പോണു. പക്ഷെ എന്താ ചെയ്യാ, ഈ പ്രായമായവർക്ക് അസുഖം വന്നാലേ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇപ്പൊ ഞങ്ങൾ വന്നതേ അമ്മയുടെ ചികിത്സയുടെ കാര്യം പറയാൻ വേണ്ടി തന്നെയാ. ഇതിപ്പോ നിങ്ങൾ 3 പെൺകുട്ടികളല്ലേ, നീ മാത്രം ഇവിടെ ജോലിക്ക് പോകുന്നുള്ളൂ. ഇതിപ്പോ എല്ലാ മാസവും നീ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നെ കൊണ്ട് എല്ലാം കൂടി താങ്ങുമോ മോളെ? അപ്പൊ അതിനെ നല്ലൊരു വഴി പറഞ്ഞു തരാനാണ് സുരേഷ് ഏട്ടൻ വന്നത്. ഇവന്റെ ചാനലേ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കാണുന്നതാ. അപ്പൊ നിങ്ങൾ 3 പെൺമക്കളും കൂടി അമ്മന്റെ അടുത്ത് നിന്നിട്ടേ ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് കരഞ്ഞാൽ മതി. ഇവൻ വീഡിയോ എടുത്ത് ഇവന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അല്ലടാ,
ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അല്ല സുരേഷേട്ടാ? പിന്നെ അല്ലാണ്ട് നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിയോളാം. കിട്ടുന്നതിന്റെ 4 ഞങ്ങൾക്ക് മതി, ബാക്കി നിങ്ങൾ എടുത്തോ. അത് വേണ്ട ഏട്ടാ. അതെന്താ മോളെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരും പറഞ്ഞിട്ടാ? എന്നാലേ അമ്മന്റെ ചികിത്സക്ക് പൈസ കിട്ടുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. എങ്ങനെ നോക്കുന്ന ഈ പറയുന്നത്? വലിയ വലിയ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നല്ല പൈസയാവും, അത് മോളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇൻഷുറൻസ്? എന്റെ മോളെ, നിന്റെ ശമ്പളം കൊണ്ട് എത്ര വലിയ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും? അത് മതിയോ? ധാരാളം മതി. 400-500 രൂപയ്ക്ക് മാസം പ്രീമിയം വരുന്നുള്ളൂ. 1 കോടി വരെയൊക്കെ കവറേജും കിട്ടും. അത് കൊള്ളാലോ. ഈ ചെറിയ പൈസക്ക് ഇത്രയും കവറേജ് കിട്ടുന്നുണ്ടോ? അത് നമുക്കറിഞ്ഞില്ലാലോ മോനെ. അല്ല, അങ്ങനെ എടുക്കാന്ന് പറ. ഞങ്ങളോട് അറിയട്ടെ. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി. ഇപ്പൊ എടുക്കുകയാണെങ്കിലേ 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഈ പ്രവാസികൾക്ക് നാട്ടിൽ നടക്കുമ്പോൾ 35% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാനും പറ്റും. അതുപോലെ ഈ ആസ്മ, BP, തൈറോയിഡ്, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ 1ാമത്തെ ദിവസം മുതൽ കവറേജ് എത്തുന്ന പ്ലാനുകൾ വരെ ഉണ്ട്. എന്തായാലും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. നല്ല കാര്യം മോളെ. അതെന്തായാലും ഞങ്ങൾ എടുക്കാ. ഒരു കാര്യം ചെയ്തോ, ഈ പൈസ കിട്ടിയിട്ടേ അന്തസ്സായിട്ട് ജീവിച്ചോ. പക്ഷെ കിട്ടുന്നതിന്റെ പകുതി ഇല്ലടാ. അത് വേണ്ട സുരേഷ് ഏട്ടാ. നല്ല രീതിക്ക് ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോഴേ എനിക്കാവുന്ന പോലെ ഞാനും അവർക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിനിടയ്ക്ക് എന്തിനാ ഇങ്ങനെ തട്ടിപ്പോയിട്ട് നിങ്ങൾ വരുന്നത്? നീ കൊള്ളാലടി കൊച്ചേ. ഒന്ന് രക്ഷപ്പെട്ടോട്ടെ പറയുമ്പോ ഇപ്പൊ നമ്മള് കുറ്റക്കാരായ. നിങ്ങൾക്ക് ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം, കുടിച്ചിട്ട് പോകാൻ നോക്ക്. നിന്റെ ചായ കുടിക്കാനല്ല ഞങ്ങള് വന്നത്. എടാ മോനെ, ഞാനും കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവളോട് പോവാൻ പറടാ. അപ്പുറം കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരാളുണ്ട്, നമുക്ക് മൂപ്പരെ പിടിക്കാം. സുരേഷേട്ടാ ഒന്നൊന്ന്. എന്താ മോനെ? ആ ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. മറ്റുള്ളവരുടെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്ന കാശ് ഒരിക്കലും നിലനിൽക്കില്ല സുരേഷേട്ടാ. നമ്മളെ കാരനെ നല്ല രീതിക്ക് ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കൂടി ഇത് മോശമാണ്. ഇനി ഈ പരിപാടിക്ക് എന്നെ വിളിക്കണം സുരേഷേട്ടാ. ഓ, നീയും നല്ലവനായ. പോവാണേ പോടാ, പൈസ കൊടുത്താൽ നിന്നെപ്പോൾ 100 സുരേഷിന് കിട്ടും. പറയണം ഇറങ്ങിക്കോളും നാടിനെ നന്നാക്കാൻ വേണ്ടിട്ട്. ഇതെന്താടി ഇത്? എനിക്ക് 3:30 ക്ലാസ് കഴിഞ്ഞല്ലേ? ഇപ്പൊ സമയം 5:30 ഇത്ര നേരം എന്താക്കിയതാ? എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. എന്താടി ഇത്? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ആണല്ലോ. അങ്ങനെ വൈകിയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വിളിച്ചു പറയാൻ ഫോൺ കംപ്ലൈന്റ് ആണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? എത്ര ദിവസമായി പുതിയൊരു ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട്? ഈ വീട്ടിലെ അവസ്ഥ നിനക്കും അറിയുന്നല്ലേ മോളെ. 2 മാസം കൂടി കഴിഞ്ഞ ചേച്ചിക്ക് ഒരു കുറി കിട്ടും. അത് കിട്ടിയിട്ട് പുതിയ ഫോൺ വാങ്ങിച്ചു തരാ പറഞ്ഞല്ലേ? എടി, നിന്റെ ഫോൺ കംപ്ലൈന്റ് ആണെങ്കിലേ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും ഫോണിൽ എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്നെ പറ്റി ആലോചിച്ച് ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. കോളേജിൽ പോയിട്ടുണ്ടെങ്കിലേ വരാനും എനിക്കറിയാം. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ഞാന്. മോളെ, നമ്മൾ 3 പെൺകുട്ടികളാ. ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ കാത്തിരിക്കുക. നിങ്ങളും വിനോദേട്ടനും തമ്മിൽ എന്താ ബന്ധം? വഴിയിൽ വെച്ച് കാണലും സംസാരിക്കലൊക്കെ ഉണ്ടല്ലോ. എന്താ ഞാനൊന്നും അറിയില്ല വിചാരിച്ചോ? ചേച്ചി ഒന്ന് പതുക്കെ പറ, ആൾക്കാർ നോക്കുന്നു. ചേച്ചി ഒന്ന് അകത്തേക്ക് വന്നേ.
എടി ചേച്ചി, അടുത്ത ആഴ്ച സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. എനിക്കും പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാ ദേവികേച്ചിയോട് പൈസ ചോദിക്കുക? എന്റെ മായ, നീ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് ചോദിക്ക്. നമ്മുടെ ആവശ്യങ്ങൾ ചേച്ചിയോടല്ലാതെ പിന്നെ വേറെ ആരോടെ ചോദിക്കുക? അല്ലേ ചേച്ചി, ദേവി ചേച്ചിൻ്റെ പൈസ ഉണ്ടാവോ? അവളുടെ അടുത്തൊക്കെ പൂത്ത പൈസ ഉണ്ട്. പിന്നെ വെറുതെ ദാരിദ്ര്യം പറയാന്നേ ഉള്ളൂ. നീ പോയി ചോദിച്ചോ. അയ്യോ, എനിക്ക് പേടിയാ. ചേച്ചി ഒന്ന് ചോദിക്കോ? അവൾ എനിക്കൊരു മൊബൈൽ വാങ്ങിത്തരാ പറഞ്ഞാണേ. അതിന്റെ ഇടയിൽ ഇതും കൂടെ പോയി ചോദിച്ചാൽ എല്ലാം കൂടെ ക്യാൻസൽ ആവും. നീ വേണമെങ്കിൽ പോയി ചോദിച്ചോ. അല്ല, ചേച്ചി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവളിപ്പോ എവിടെ പോയി കിടക്കുക? എവിടെ പോവാൻ? അവളാ വിനോദമായിട്ട് കറങ്ങി നടക്കണ്ടാവും. അവളല്ലേ ആള്. എന്തിനാ എപ്പോ നോക്കിയാലും ചേച്ചിനെ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ വെറുതെ അവളെ കുറ്റം പറയുന്നല്ല മായേ. നിനക്ക് അവളുടെ സ്വഭാവം അറിഞ്ഞിട്ടാ. നമ്മളെ ഉപദേശിക്കാൻ മാത്രം അവൾക്ക് 100 നാവാ. വിനോദേ, താൻ പോയിക്കോ. വാടാ, അവർക്ക് താക്കത്തില്ല. വാ. വേണ്ട, ശരിയല്ല, പ്രശ്നമാവും. എന്ത് പ്രശ്നം? താൻ വന്നേ. ഞാൻ പറഞ്ഞത് എന്താ അടിമായെ? ഇതാ 2 കൂടെ വരുന്നുണ്ട് ആൾക്കാരനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. മോളെ മായക്കുട്ടി, ഇവിടെ ബസ് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബൈക്ക് കെട്ടിയതാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചതാ. അപ്പൊ ചേച്ചിക്ക് ഒരാഴ്ച പണിയെടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അയ്യോ, ചേച്ചിക്ക് എന്ത് പറ്റിയതാ? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. എന്നാ വിനോദ് പോയിക്കോ. മോളെ ശ്രദ്ധിക്കണേ. മരുന്ന് സമയത്തിന് കഴിക്കും കേട്ടോ. രണ്ടെണ്ണം കൂടെ കറങ്ങാൻ പോയിട്ട് വീണിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ നാടകം കൊണ്ട് വരും. മായേ, നീ 2 ദിവസം ഉണ്ടാവില്ലേ? അയ്യോ ഇല്ല ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ പോവും. എടി, ഒരു ദിവസമെങ്കിലും നിക്ക്. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ? എടി ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. അതിന്റെ ഇടയ്ക്ക് അമ്മ മരിക്കുന്ന ആരെങ്കിലും കണ്ടോ? ഇന്ന് പോയിട്ട് വേണം ഡ്രസ്സൊക്കെ പേക്കാൻ. ഏട്ടൻ ഇപ്പൊ വിളിക്കാൻ വരും. നീ ആള് കൊള്ളാലോടി. ഇത് ചേച്ചിയോട് പറഞ്ഞോ? ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞതാ. അല്ല, അഞ്ജന ചേച്ചി ഇവിടെ ഉണ്ടാവില്ലേ? ഞാനൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇന്ന് തന്നെ പോണം. ചേച്ചിയോടൊന്ന് പറയട്ടെ. ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ല ചേച്ചി, 2 പിള്ളേരും കൊടുത്തം കെട്ടതാ. ഈ 5 ദിവസം ഞാനില്ലാണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും ആർക്കറിയാം. അപ്പൊ എങ്ങനെ പോവാ? അപ്പോട്ടിപ്പോ വിളിക്കാൻ വരും. അല്ല, ചേച്ചിനിപ്പോ എന്താ ചെയ്യാ? എന്റെ കാര്യം ആലോചിച്ച് നമുക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നീ പോവാൻ നോക്കോ. എന്നാ ശരി ചേച്ചി, ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തന്റെ സമ്മതം മാത്രം മതി. ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. എന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരില്ല വിനോദേ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയണ്ടെന്ന്. താനെങ്കിലും പോയിട്ട് നന്നായിട്ട് ജീവിക്കേ. നിനക്ക് സുഖമല്ലേ? എവിടെയായിരുന്നു? ഞാൻ നിന്നെ സ്നേഹിച്ചത് ലോകത്ത് വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ലടോ. നിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ വീട്ടുകാർ പിന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിച്ചു. മനസ്സിൽ നിന്നെ വെച്ചിട്ട് വേറൊരു പെണ്ണ് എങ്ങനെ തലയിട്ടല്ല. എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് പിടിച്ചു തന്നു. പിന്നെ അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാ വീണ്ടും വന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇളയവിടെയും കൂടി കൈയിട്ടായിരുന്നു. പിന്നെ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ഏട്ടൻ നിൽക്കുമ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാർക്ക് ഒരു ശല്യാണ്ട് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ഓരോ സ്ഥലത്ത് പോയി ഓരോ പണിയെടുത്ത് ജീവിച്ചു. അതിനിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇളയവളെയും കൂടി കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തകർന്നു പോകും. 2 ദിവസം മുമ്പാ എൻ്റെ അമ്മ മരിച്ചു നടന്നത്. നീ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കണക്കാക്കിയത്. പക്ഷെ ഒറ്റയ്ക്ക് നീ ഇവിടെ എങ്ങനെ താമസിക്കുക പറഞ്ഞിട്ട് ഭയങ്കര പേടിയായിരുന്നു. അതാ ഇപ്പൊ വീണ്ടും വന്നു. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. വീഡിയോയിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഈ കാലത്ത് ഹോസ്പിറ്റൽ ചിലവൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധം വലിയ തോതിൽ കൂടി വരുന്നുണ്ട്. പലർക്കും വലിയൊരു തുക, അതായത് 40-50 ലക്ഷമൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ സമ്പാദിച്ചത് ആകെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അപ്പൊ അതുപോലെ സംഭവിക്കാതിരിക്കാൻ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം.